Hi dears, welcome to Tut File. JCയുടെ ഡെയിലി സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ ബാങ്കിങ് ടോപ്പിക്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. ബാങ്കിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തായിരുന്നു? ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്. ആ പ്രീ ലിബറലൈസേഷൻ പീരീഡിൽ നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന നാഷണലൈസേഷൻ്റെ ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്കാണ് ലീഡ് ബാങ്ക് സ്കീം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സായ ലീഡ് ബാങ്ക് സ്കീം, ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ, കൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം, ഫീച്ചേഴ്സ് ഓഫ് ദ സ്കീം, റീജിയണൽ റൂറൽ ബാങ്ക്, ഒബ്ജക്റ്റീവ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് മാനേജ്മെൻറ്റ്, പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് RRBs, മെർജിങ് ഓഫ് RRB. ഇത്രയും വരെയാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മീൻസ് 26/6/2024 എന്നാണ്. 26/6/2024 26/6/2024 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ബാങ്കിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെന്ന് വെച്ചാൽ മൺഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ 24th 24-ാം തീയതി ആയിരുന്നു നമ്മൾ ലീഡ് ബാങ്ക് സ്കീമും ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാനും കൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ അപ്രോച്ചസും പഠിക്കാൻ പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം, അതിൻ്റെ ഫീച്ചേഴ്സ്, RRB, അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെൻറ്റ്, പ്രോബ്ലംസ്, അതിൻ്റെ പ്രോഗ്രസ്സസ്, മെർജിങ് ഓഫ് RRB, ഇത്രയും വരെയാണ് 26/6/2024 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മൂന്ന് മൊഡ്യൂൾസും എന്താണ്, കംപ്ലീറ്റ് ആവുകയാണ്. ഈ 3 മൊഡ്യൂൾസും കൂടെ ചേരുമ്പോൾ ഏകദേശം നമ്മുടെ 35% ടോപ്പിക്സ് തീരും. 9% ആണ് നമ്മുടെ 9 മൊഡ്യൂൾസാണ് നമ്മുടെ ബാങ്കിങ്ങിന് ഉള്ളത്. എത്ര മൊഡ്യൂളാണ്? 9 മൊഡ്യൂൾ. ആ 9 മൊഡ്യൂളിൽ 3 മൊഡ്യൂളായി. അപ്പോൾ നമുക്ക് 3 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ 3 മൊഡ്യൂൾസ് ഇതോടുകൂടി, ഈ ടോപ്പിക്സോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം റിവിഷൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീക്ക് ടു നമ്മൾ അടുത്ത ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് വളരെ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക്സ് കുറച്ച് കൂടുതലായിരിക്കും. 90 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ 60 ഡേയ്സ് 60 ദിവസം കൊണ്ട് തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. 60 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും സിലബസ്. നമുക്ക് PSEB തന്നിരിക്കുന്ന സിലബസ് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ്? 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ഡേയ്സ് എന്ന് പറയുന്നത് 26 ഡേയ്സ് ആയിട്ടുള്ളൂ. നമ്മൾ അതിൽ 35% ടോപ്പിക് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് 34 ഡേയ്സ് കൊണ്ട് നമ്മൾ ബാക്കി ടോപ്പിക്സ് ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. സാറ്റർഡേ സൺഡേ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി പെൻഡിങ് ഇടുന്നില്ല, റിവിഷൻ ടൈം തരുന്നില്ല, ഓരോരോ ടോപ്പിക്സായിട്ട് പഠിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് മന്ത് ജൂലൈ എൻഡ് ആകുമ്പോഴത്തേക്കും, ജൂലൈ 30th കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ ഓഗസ്റ്റിൽ നമ്മൾ ഫുള്ള് റിവിഷൻ ആയിരിക്കും. ഓഗസ്റ്റിൽ റിവിഷനും ക്വസ്റ്റ്യൻസും ആയിരിക്കും. PYQസും MCQസും ആയിരിക്കും. PYQs ആൻഡ് MCQs ആണ് നമ്മൾ ഓഗസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യം ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 90 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞത്. 90 ഡേയ്സ് എന്നുള്ളത് നമ്മൾ 60 ഡേയ്സ് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ദെൻ 1 month റിവിഷൻ. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ പോയാൽ ഡെയിലി ഒരു 3 hours പഠിക്കാനുള്ള സിലബസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാത്തിൻ്റെയും ക്ലാസ് ചിലപ്പോൾ ഞാൻ എടുത്തെത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് എടുക്കാൻ പറ്റാത്തതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ ഡെയിലി ക്ലാസ് ഇല്ലെങ്കിൽ കൂടിയും അതുമായിട്ട് ബന്ധപ്പെട്ട PDF ഞാൻ ടെലഗ്രാമിലിടും. അത് വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം എടുക്കാൻ പറ്റുന്നിടത്തോളം ടോപ്പിക്കിൻ്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പെൻഡിങ് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും PDF അതാത് ദിവസം തന്നെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പരുവത്തിന് ടെലഗ്രാമിൽ ഞാൻ PDF ഇട്ട് തരും. ദെൻ ടൈം കിട്ടുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ PDF വായിച്ചിട്ട് മനസ്സിലാവാത്തവർ നമുക്ക് ടെലഗ്രാമിലൂടെ തന്നെ മെസ്സേജ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ ടെലഗ്രാമിലൊരു ലൈവ് ക്ലാസ് വെച്ചിട്ടാണെങ്കിൽ കൂടിയും നമ്മൾ ഈ 60 ദിവസം കൊണ്ട് തന്നെ സിലബസ് തീർത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എന്താണ് ലീഡ് ബാങ്ക് സ്കീം? ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒരു ബാങ്കിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരു ലീഡറായിട്ട്. ലീഡ് ബാങ്ക് എന്ന വർക്കിൽ തന്നെ ഉണ്ട് എന്ത്, ലീഡർ. ഒരു ബാങ്കിനെ എന്താക്കിയെടുക്കുന്നു, ഒരു ലീഡറായിട്ട്. എങ്ങനെ, ഓരോ ജില്ലയ്ക്കും ഒരു ബാങ്ക് ലീഡറായിട്ട് വരുന്നു. അതാണ് എന്ത്, ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് എന്ത് ചെയ്യുന്നു, ആ ലീഡ് ബാങ്കാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അതർ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും. ആ ഒരു ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള മറ്റുള്ള ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഈ ലീഡ് ബാങ്കാണ്. അങ്ങനെ ഒരു ബാങ്കിനെ ലീഡറായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ആ ബാങ്ക് ആ ഏരിയയിലുള്ള ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന സ്കീമാണ് എന്ത്, ലീഡ് ബാങ്ക് സ്കീം. ദെൻ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ പേർപ്പസ് എന്താണ്? ദ പേർപ്പസ് വാസ് ടു എൻഷുർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ്. ബാങ്കിങ് ഫെസിലിറ്റീസിൻ്റെ എഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ടുള്ള യൂട്ടിലൈസേഷനാണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഈ സ്കീം ഓൾസോ എയിം ചെയ്യുന്ന എന്താണ്, ഇൻക്രീസ് ക്രെഡിറ്റ് ഫ്ലോ ഓഫ് എ പെർട്ടിക്കുലർ സെക്ടേഴ്സ്. ഓരോ പർട്ടിക്കുലർ സെക്ടേഴ്സിൻ്റെയും ക്രെഡിറ്റ് ഫ്ലോ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ വേറൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. ലീഡ് ബാങ്ക് സ്കീം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡിസംബർ 1969 1969 ഡിസംബറിലാണ് ലീഡ് ബാങ്ക് സ്കീം സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ടു റൂറൽ ഏരിയാസ്. ബാങ്കിങ്ങും ക്രെഡിറ്റും റൂറൽ ഏരിയാസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദി സ്കീം ഫോളോസ് ദ സർവീസ് ഏരിയ അപ്രോച്ച്. ഇത് ഫോളോ ചെയ്യുന്ന ഏത് അപ്രോച്ചാണ്, സർവീസ് ഏരിയ അപ്രോച്ചാണ് ഈ സ്കീം ഫോളോ ചെയ്യുന്നത്. എ സ്പെസിഫിക് ബാങ്ക് സർവീസ് ഈച്ച് ഏരിയ. ഓരോ ഏരിയയിലും ഒരു സ്പെസിഫിക് ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്. ദെൻ ഈ ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 കമ്മിറ്റീസ് പഠിക്കാനുണ്ട്. എത്ര കമ്മിറ്റീസ് ഉണ്ട്? 3 കമ്മിറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കമ്മിറ്റിയാണ് എന്ത്, ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്. ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പും പിന്നെ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയാണ്? ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് KF നരിമാൻ കമ്മിറ്റിയാണ് ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ DR ഗാഡ്ഗിൽ 1969 അപ്പോയിൻറ്റ് ചെയ്ത് DR ഗാഡ്ഗിൽ ഗ്രൂപ്പിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് അത് ഹെഡ് ചെയ്തത് ആരായിരുന്നു? DR ഗാഡ്ഗിൽ ആയിരുന്നു. ഇത് എന്ത് കമ്മിറ്റി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓൺ ദ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സോഷ്യൽ ഓബ്ജക്റ്റീവ്സ്. എന്താണ് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ ഓബ്ജക്റ്റീവ്സ് അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ്. വർഷം 1967 അപ്പോയിൻറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1968 ഹെഡ് ആരായിരുന്നു? അതിൻ്റെ ഹെഡ് DR ഗാഡ്ഗിൽ ആയിരുന്നു. അതുകൊണ്ട് ആ കമ്മിറ്റി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കമ്മിറ്റി എന്ത് ചെയ്തു? സജസ്റ്റ് ചെയ്തു എന്ത്, ലീഡ് ബാങ്ക് സ്കീം സജസ്റ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഇത് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്. പിന്നെ ബാങ്കേഴ്സ് കമ്മിറ്റി എന്താണ്? കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാംസ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് അപ്പോയിൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്ത എന്ത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ഓഫ് ബാങ്ക് അപ്പോയിൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ FKF നരിമാൻ. അതാണ് നരിമാൻ കമ്മിറ്റി. ഈ 2 കമ്മിറ്റിയുടെയും എന്താണ് റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഈ 2 കമ്മിറ്റിയുമാണ് സജസ്റ്റ് ചെയ്തത് എന്താണ്, ലീഡ് ബാങ്ക് സ്കീം സജസ്റ്റ് ചെയ്ത 2 കമ്മിറ്റീസാണ് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ് കമ്മിറ്റിയും FKF നരിമാൻ കമ്മിറ്റിയും. ദെൻ പിന്നെ നമുക്ക് ഈ ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള 3ാമത്തെ കമ്മിറ്റിയാണ് എന്താണ്, ഉഷ തറോട്ട് കമ്മിറ്റി എന്താണ്, ലീഡ് ബാങ്ക് സ്കീമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്ത ഹൈ ലെവൽ കമ്മിറ്റിയാണ്. ഹൈ ലെവൽ കമ്മിറ്റി റിവ്യൂ ചെയ്യുകയാണ്. ഈ ലീഡ് ബാങ്ക് സ്കീമിനെ റിവ്യൂ ചെയ്ത കമ്മിറ്റിയാണ് എന്ത്, ഉഷ തറോട്ട് ഹെഡായിട്ടുള്ള ഉഷ തറോട്ട് കമ്മിറ്റി. ഉഷ തറോട്ട് ആരായിരുന്നു? ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ശ്രീമതി ഉഷ തറോട്ട് ഹെഡായിട്ടുള്ള ഉഷ തറോട്ട് കമ്മിറ്റിയാണ് ഹൈ പവർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത്, ലീഡ് ബാങ്ക് സ്കീമിനെ കുറിച്ച് റിവ്യൂ ചെയ്തത്. അങ്ങനെ 3 കമ്മിറ്റീസ് നമുക്ക് ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു കമ്മിറ്റി അതാണ് ഫസ്റ്റ് ഗാഡ്ഗിൽ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത് NCC
ആണ് അപ്പോയിൻ്റ് ചെയ്ത്, നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ് അപ്പോയിൻ്റ് ചെയ്ത്. ദെൻ പിന്നെ എന്താണ് നരിമാൻ കമ്മിറ്റി ആരാണ് അപ്പോയിൻ്റ് ചെയ്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ് അപ്പോയിൻ്റ് ചെയ്ത്. അതേമാതിരി തന്നെ പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത കമ്മിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ഉഷ തറോട്ട് ഹെഡായിട്ടുള്ള ഉഷ തറോട്ട് കമ്മിറ്റി. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇത് 3 തന്നിട്ട് ഓരോന്നും എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കാം. അതിൻ്റെ റെക്കമെൻഡേഷൻ ഈ കാര്യങ്ങളൊക്കെ തന്നിട്ട് കറക്റ്റ് ഏതാണ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? ഓബ്ജക്റ്റീവ്സ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്താണ്? ഐഡൻറ്റിഫൈ ദോസ് റീജിയൻസ് വിച്ച് ആർ unbanked and underbanked in district and also evaluate their physiographics, agro-climatic and socio-economic condition through economic survey. ഒരു എക്കണോമിക് സർവേ എന്തുണ്ട്? നമ്മുടെ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ കേസിൽ ഒരു എക്കണോമിക് സർവേ നടത്തുന്നുണ്ടായിരുന്നു. ആ എക്കണോമിക് സർവേയിലൂടെ കൂടി എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം ഏതൊക്കെ റീജിയനിലാണ് അൺബാങ്ക്ഡും അണ്ടർ ബാങ്ക്ഡും ഏരിയാസ് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഏരിയയുടെ ഫിസിയോഗ്രാഫിക്സ് എന്തൊക്കെയാണ്, അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻ, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഹെൽപ്പ് ഇൻ റിമൂവിങ് റീജിയണൽ ഇംബാലൻസ് ത്രൂ അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് ഡിപ്ലോയ്മെൻറ്റ്. ക്രെഡിറ്റ് കൃത്യമായ രീതിയിൽ എത്താത്തത് കൊണ്ട് എന്തുണ്ടാവും? ഒരു ഇൻബാലൻസ് ഉണ്ടാവും, റീജിയണൽ ഇൻബാലൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം? ഹെൽപ്പിംഗ് ഇൻ റിമൂവിങ് റീജിയണൽ ഇംബാലൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതും എന്താണ്? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു അൺബാങ്ക്ഡ് ഏരിയാസിലേക്ക് എന്ത് ചെയ്യണം? ബാങ്കിങ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഐഡൻറ്റിഫൈ എക്കണോമിക്കലി വയബിൾ ആൻഡ് ടെക്നിക്കലി ഫീസിബിൾ സ്കീംസ്. ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ളതും എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്കീംസ് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും എന്തായിരുന്നു? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവായിരുന്നു. ബ്രിങ് സ്ട്രക്ചറൽ ആൻഡ് പ്രൊസീജ്വറൽ ചേഞ്ചസ് ഇൻ ബാങ്കിങ് സെക്ടറിൽ കൊണ്ടുവരേണ്ടത് സ്ട്രക്ചറലും പ്രൊസീജ്വറലുമായിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഡെവലപ്പ് കോപ്പറേഷൻ എമംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ എന്ത് വേണം? ഒരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം. എന്താണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷൻ? കോർഡിനേഷൻ. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ. ലീഡ് ബാങ്ക് സ്കീം എന്ത് ചെയ്യുന്നു? ലീഡ് ബാങ്ക് സ്കീം കോർഡിനേറ്റ് എമംഗ് ബാങ്ക്സ്. ബാങ്കുകളുടെ ഇടയിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവരുന്നു. പിന്നെ ഒരു ക്രെഡിറ്റ് പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് പ്ലാനിങ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രിപ്പയറിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻസ് ടു എൻഷുർ സിസ്റ്റമാറ്റിക് ആൻഡ് ഇക്വിറ്റബിൾ ക്രെഡിറ്റ് അലോക്കേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടും രീതിയിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരുന്നു? ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അത് എന്താണ്? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫംഗ്ഷനാണ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടേഴ്സിന് കൃത്യമായ രീതിയിൽ അമൗണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീംസ്. ദ സ്കീം എംഫസൈസിങ് ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അടുത്ത ഫംഗ്ഷനാണ് എന്ത്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ലീഡ് ബാങ്ക്സ് ആർ ക്രൂഷ്യൽ ഇൻ promoting financial inclusion by extending banking services to unbanked and underbanked areas. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അൺബാങ്കിലും അണ്ടർബാങ്ക്ഡ് ഏരിയാസ് നോക്കിയിട്ട് അതിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ളത് എന്താണ്? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ ക്രെഡിറ്റ് മോണിറ്ററിങ്. ക്രെഡിറ്റ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് എല്ലാ ഇടത്തേക്കും ക്രെഡിറ്റ് എത്തണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുക. ദെൻ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെൻറ്റ്. ലീഡ് ബാങ്ക് സ്കീമിൽ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഗവൺമെൻറ് ഏജൻസീസ്, ലോക്കൽ ബോഡീസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഇവരൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയിട്ട്? എഫക്റ്റീവായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക എന്നുള്ളതും എന്താണ്? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ
ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. ദെൻ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. കൃത്യമായ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് വേണ്ടുന്ന കപ്പാസിറ്റി മെമ്പേഴ്സിൻ്റെ, ഒഫീഷ്യലിൻ്റെയും സ്റ്റാഫിൻ്റെയും ഇടയിൽ സ്കില്ല്, നോളജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എന്താണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. ദെൻ ഇവല്യൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. കൃത്യമായ രീതിയിൽ ഇവല്യൂഷൻ നടത്തി റിപ്പോർട്ടുകൾ എത്തിക്കുക എന്നുള്ളതും എന്താണ് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. കൃത്യമായ രീതിയിൽ പീരിയോഡിക്കലായിട്ട് റിപ്പോർട്ടുകൾ നോക്കി അവിടെ എങ്ങോട്ട് കൊടുക്കണം റിപ്പോർട്ട്സ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം. കൃത്യമായ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് റിലവൻറ്റ് അതോറിറ്റീസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആരുടെ ഫങ്ഷനാണ്? അത് ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. ദെൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. ദേ ഹെൽപ്പ് റിസോൾവിങ് ഡിസ്പ്യൂട്ട് related to credit and financial service, promoting a conclusive business environment. കൃത്യമായ രീതിയിലുള്ള കൺക്ലൂസീവ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക എന്നുള്ളതും ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ്, പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീമിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം? കോർഡിനേഷൻ, ക്രെഡിറ്റ് പ്ലാനിംഗ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ക്രെഡിറ്റ് മോണിറ്ററൈസിംഗ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഇവല്യൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇതെല്ലാം എന്താണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീമിൽ എന്തിൽ വരുന്നതാണ്? ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീമിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഫങ്ഷനും ഒബ്ജക്റ്റീവും നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലീഡ് ബാങ്ക് സ്കീം ഫങ്ഷൻ ഒബ്ജക്റ്റീവ് എന്നാണ് നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഫങ്ഷനും ഒബ്ജക്റ്റീവ്സും പഠിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്താണ്? ഈ ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എന്ത് വരുന്നത്? ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഡ് ബാങ്ക് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷൻ 4 രീതിയിലാണ്. സ്റ്റേറ്റ് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ ഉണ്ട്, ബ്ലോക്ക് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ ഉണ്ട്, ബ്രാഞ്ച് ക്രെഡിറ്റ് പ്ലാൻ ഉണ്ട്. ഇങ്ങനെ 4 ക്രെഡിറ്റ് പ്ലാനിലൂടെയാണ് എന്ത് വരുന്നത്? ലീഡ് ബാങ്ക് സ്കീം ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സിലബസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്? District credit plan is based on the strategy of development sustainable district taking into account principal economic ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിന് പൊട്ടൻഷ്യലുണ്ടോ, അവിടെ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ട് പഠിച്ച് അതിൻ്റെ ബേസിലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1974 ഫസ്റ്റ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. എവിടെയാണ്? ജൈൻറ്റിയ ഹിൽസ്, മേഘാലയ ഡിസ്ട്രിക്റ്റിലെ ജൈൻറ്റിയ ഹിൽസിലാണ് 1974 ഫസ്റ്റ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാനിൽ ഏത് ബാങ്കായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാനിൽ. ഫസ്റ്റ് ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ ഡിസ്ട്രിക്റ്റിലെ ഈ ജൈൻറ്റിയ ഹിൽസ് അലോട്ട് ചെയ്തത്. ദെൻ അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അത് വർക്ക് ചെയ്തത്? ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് സെൻറ്റർ അപ്രോച്ച് ആയിരുന്നു. എന്തായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് സെൻറ്റർ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടായിരിക്കും PDF ഇടുക. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പോയിൻറ്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം
നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അതെല്ലാം ഞാൻ PDF നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ആവശ്യം വേണ്ടുന്ന പോയിൻറ്റ്സ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ അകത്ത് കുറേ കൂടെ ഡെപ്തിൽ നമുക്ക് കണ്ടൻറ്റുകളുണ്ട്. സ്റ്റേറ്റ് ലെവൽ ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ബ്ലോക്ക് ലെവലുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു RBIയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു സർക്കുലർ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ PDF നോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി മുതൽ എല്ലാ ദിവസവും ടെലഗ്രാം ചാനലിൽ നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും, ക്ലാസ് കൂടാതെ തന്നെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. താങ്ക്